കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ സവിശേഷമായ ഒരു ഏടാണ് 1991 തെരഞ്ഞെടുപ്പ്. കാലാവധി പൂർത്തിയാകും മുൻപ് നിയമസഭ പിരിച്ചുവിട്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിനൊപ്പം ജനവിധി നേരിട്ട LDFന് വൻ തിരിച്ചടിയേറ്റു. 1987 സംസ്ഥാനത്ത് അധികാരത്തിൽ വന്നത് EK നായനാരുടെ നേതൃത്വത്തിലുള്ള ഇടതുമുന്നണി സർക്കാർ. ഒരു വർഷം കൂടി കാലാവധിയുള്ളപ്പോൾ 91 നിയമസഭ പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാനായിരുന്നു ഇടതു തീരുമാനം. ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ നേടിയ വൻ വിജയത്തിന്റെ ആത്മവിശ്വാസമായിരുന്നു അടിസ്ഥാനം. മലപ്പുറം ഒഴികെ 13 ജില്ലാ കൗൺസിലുകളും നേടിയത് നേതാക്കളെ ആവേശഭരിതരാക്കി. പക്ഷേ LDFന്റെ കണക്കുകൂട്ടലുകൾ പാടെ തെറ്റി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാംഘട്ട വോട്ടെടുപ്പ് നടന്നതിന്റെ പിറ്റേ ദിവസം 1991 മെയ് 21 തമിഴ്നാട്ടിലെ ശ്രീപെരുമ്പത്തൂരിൽ LTT സ്ഫോടനത്തിൽ രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടു. പൊതുതെരഞ്ഞെടുപ്പിന്റെ ഗതി തന്നെ മാറ്റിമറിക്കുന്നതായിരുന്നു ആ സംഭവം. ലോക്സഭയിൽ 232 സീറ്റുകൾ നേടി കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി. കേരളത്തിലും UDF തരംഗം. LDFന്റെ എല്ലാ പ്രതീക്ഷകളും തകർത്ത് നിയമസഭയിലേക്കും കേരളം UDFന് അനുകൂലമായി വിധിയെഴുതി. K. കരുണാകരൻ മുഖ്യമന്ത്രിയുമായി. രാജീവ് ഗാന്ധിയുടെ വധത്തെ തുടർന്നുണ്ടായ സഹതാപ തരംഗം UDFന് തുണയായി എന്നായിരുന്നു LDF വിലയിരുത്തൽ. എന്നാൽ കേരളത്തിലെ വോട്ടർമാരുടെ വിധിയെഴുത്തിന്റെ പാറ്റേൺ ഓരോ തെരഞ്ഞെടുപ്പുകളിലും വ്യത്യസ്തമാണെന്ന് ഈ ഫലം അടിവരയിട്ടു. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. ഇനി തെരഞ്ഞെടുപ്പ് രംഗത്തെ പഞ്ച് ഡയലോഗുകളിലേക്ക്.